ഹലോ വെൽക്കം ടു അവർ ചാനൽ ബ്രോക്കൺ വൈറ്റ്. അപ്പോൾ ഓൾറെഡി തമിഴിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അത് മനസ്സിലായിട്ടുണ്ടാവും നാട്ടിലേക്ക് പോകാമെന്ന്. ഞാൻ കുറേ നാളെ എൻ്റെ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും നാട്ടിൽ പോയി ഒന്ന് സെറ്റിൽഡ് ആവണം എന്നുണ്ടെന്ന്. കാരണം പാരൻസിന് ഒരുപാട് ആഗ്രഹമാണ് വീട്ടിൽ ഉണ്ടാവണം എന്നുള്ളത്. അവർക്കിങ്ങനെ പുറത്ത് പോയി നിൽക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ എന്തായാലും അവരുടെ ആഗ്രഹവും പിന്നെ എൻ്റെ ഒരു കുറേ നാളത്തെ ഒരാഗ്രഹം കൂടി ആയതുകൊണ്ട് ഞാൻ എന്തായത് കുറച്ച് നാളൊരു വെക്കേഷൻ പോലെ, വെക്കേഷനല്ല, ഒന്ന് മാറി നിൽക്കാം, എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വരണം തോന്നുകയാണെങ്കിൽ തിരിച്ച് യു എയിലേക്ക് വീണ്ടും ഈ ഒരു യു എ ലൈഫിൽ വരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ കുറേ സമയം വെറുതെ അവിടെ ഇങ്ങനെ നമ്മുടെ ലൈഫ് പോയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു തീരുമാനം, പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. കാരണം തീരുമാനങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ടിക്കറ്റ് പ്രൈസ് നിൽക്കില്ല, ഭയങ്കര ഹൈ പ്രൈസാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട്. അപ്പോൾ കൊച്ചു ഷോപ്പിംഗ് ആണ് ചെയ്തുള്ളൂ. പിന്നെ ഇതൊക്കെ ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ പിന്നീട് ഞാൻ ഓർത്തു നമ്മളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആകുമ്പോൾ കോണ്ടൻറ്റിന് വേണ്ടിയാണ് നമ്മൾ ഓരോ വീഡിയോസും ഇടുന്നത്, അത് സത്യമാണ്. പക്ഷേ ഇതൊക്കെ കാണാനും ഇപ്പോൾ എല്ലാവർക്കും താല്പര്യമില്ലെങ്കിൽ ചിലവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത്, അതെന്തൊക്കെയാണെന്നൊക്കെ കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ അത് കാണിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ കാണിക്കുക ഇവൾക്ക് വട്ടാണോ അങ്ങനെ വിചാരിക്കല്ലേ, ദൈവത്തെ ഓർത്ത് കേട്ടോ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും അത്യാവശ്യം ഇതൊക്കെ എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് ചോക്ലേറ്റ് ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുട്ടികൾക്കൊന്നും അവർക്ക് ഒരുപാട് അങ്ങനെ ചോക്ലേറ്റിനോട് ഇതുള്ള ആസക്തിയുള്ള പിള്ളേരാണെന്നൊന്നും തോന്നുന്നില്ല. എല്ലാവർക്കും നാട്ടിലും എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ ഷുഗറി ഐറ്റംസ് ഒന്നും ആരും അധികം കൊടുക്കാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെ ഒരുപാട് ചോക്ലേറ്റ് ഒന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല ഈ പ്രാവശ്യം. വളരെ കുറച്ചാണ് കൊണ്ടുപോയിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ചോക്ലേറ്റ്സാണ് വാങ്ങിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഓരോ ബ്രാൻഡിൻ്റെയും നമ്മൾ ഓരോന്ന് വീതെങ്കിലും ഒരു പാക്കറ്റെങ്കിലും വീതം നമ്മൾ എടുക്കും കേട്ടോ. ഈ പ്രാവശ്യം അത്രയും അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ കൊണ്ടുവന്നു. ഇതൊക്കെ എന്തായാലും ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ എടുത്തു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ ബോഡി സോപ്പ് വാങ്ങിച്ചു. ഇത് എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് സോപ്പാണ്. ഭയങ്കര മൈൽഡ് സോപ്പാട്ടോ. അതിന് സ്മെല്ലൊന്നുമില്ല, പക്ഷേ ഭയങ്കര സ്കിന്നിന് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഈ ഒരു ജെല്ലി ഇതാണ് എടുത്തത്. വാസ്ലിൻ്റെ അല്ല ഈ പ്രാവശ്യം എടുത്തത്, കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം ആ പെട്രോളിയം ജെല്ലി നല്ലതായിരുന്നു, അതുകൊണ്ടാട്ടോ അതെടുത്തത്. പിന്നെ പപ്പായേൻ്റെ ഈ ഒരു മിൽക്ക്, ഇത് ഞാനല്ല എടുത്തിട്ടത്, എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ടതാണ് ഞാൻ പർച്ചേസ്. അപ്പോൾ ഇത് കൊണ്ടുവയ്ക്കോ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ പെർഫ്യൂംസ് ആണെങ്കിലും ഞാൻ അധികമൊന്നും ഈ പ്രാവശ്യം എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് പ്രത്യേകം വിളിച്ച് പറഞ്ഞായിരുന്നു അത് കൊണ്ടുവരണ്ടാന്നാണ് എൻ്റെ കൂടെ പറഞ്ഞത്. അതുകൊണ്ട് പക്ഷേ ഞാൻ എടുത്തു. ഇനിയിപ്പോൾ എന്തായാലും എനിക്കാണെങ്കിലും യൂസ് ചെയ്യാൻ ആവശ്യം വരുമല്ലോ, പിന്നെ ഓടി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഈ ഒരു അണ്ടർആം ഡിയോഡ്രൻസ്, ഇതെൻ്റെ വീട്ടിലെല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമുള്ളൊരു സംഭവമാണ്, എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് അത്യാവശ്യം എടുത്തു. പിന്നെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് നാട്ടിൽ വരുമ്പോൾ എപ്പോഴും ഇതിനൊരു ദാരിദ്ര്യം തോന്നിയിട്ടുണ്ട്. കാരണം നാട്ടിലെപ്പോഴും ഇത് ബ്രാൻഡുകൾ പലതും കുറവാണ്. പിന്നെ അത് മാത്രമല്ല കുറച്ച് എമൗണ്ട് ആയിരിക്കും, പിന്നെ അതിന് തന്നെ നല്ല പൈസ ആയിരിക്കും. അതിലാണെങ്കിൽ കുറച്ചായിരിക്കും ഉണ്ടാവുക അതിൻ്റെ എണ്ണം. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൂവ് അങ്ങനത്തെ സാധനങ്ങൾ, ഒരു ലിപ് ഗ്ലോസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛന് കുറച്ച് ഷേവിങ് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മേക്കപ്പ് റിമൂവർ, ഇതെൻ്റെ ഒരു സിസ്റ്ററിന് കൊണ്ടുവന്നതാണ്. അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അത് മിക്കതും ഞാൻ തന്നെയായിരിക്കും യൂസ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ ഈ ഒരു ആക്സിൻ്റെ ഒരു പെർഫ്യൂം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ക്രബ്, ഇത് ഞാൻ മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ അൺബോക്സിങ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. നമ്മൾ പയ്യെ വീഡിയോസിൽ ഞാൻ എന്തായാലും അൺബോക്സിങ് ചെയ്യുന്നതായിരിക്കും. ഇത് പിള്ളേർക്കാട്ടോ. ഇതൊക്കെ അവിടെ ഓഫറിനുണ്ടായി. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തതല്ല, ഇത് എൻ്റെ ഫ്രണ്ട് കൂടെ വന്നപ്പോൾ അവരെടുത്തിട്ടതാണ്. ഞാൻ റൂമിലെത്തിയതിന് ശേഷമാണ് ഇങ്ങനൊരു സാധനം കണ്ടത്. നല്ല ഹെൽപ്ഫുള്ളാട്ടോ സംഭവം, ഞാൻ കാണിച്ചു തരാം എന്തായാലും. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. അങ്ങനെ എയർപോർട്ടിൽ നടന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. കാരണം നമ്മൾ വെറുതെ കളയുന്ന കുറേ നെയിൽ പോളിഷ് കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാമല്ലോ എന്ന്. കാരണം ഇതിൻ്റെ എയർപോർട്ടിൽ വോളിൽ ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല ഇത് എന്തോ ഒരു ബ്രിക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഇത് നെയിൽ പോളിഷിൻ്റെ ബോട്ടിൽസ് ആണെന്ന് മനസ്സിലായത് കേട്ടോ. കുറേ നെയിൽ പോളിഷ് വെച്ചിട്ട് ആ സംഭവം. പിന്നെ അധികം നേരം എനിക്കത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
ഞാൻ അത്യാവശ്യം ആ ടൈമിന് നോക്കിയിട്ടാണ് പോയത്. കുറേ നേരം എനിക്ക് വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ചടപ്പുള്ള കാര്യമാണ് എനിക്ക് സത്യം പറഞ്ഞ ഫ്ലൈറ്റ് യാത്രയും ഈ വെയിറ്റിങ്ങും. കാരണം എനിക്ക് എന്തോ കുറേ ടൈം ഇങ്ങനെ എന്താ പറയുക, നമ്മളൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ എന്തോ ഒരു ഇതിലിങ്ങനെ ഇരിക്കുമായിരിക്കും. അപ്പോൾ എനിക്ക് എന്തോ പൊതുവേ ഒരു ഇത് ഇഷ്ടമല്ല, അപ്പോൾ വെയിറ്റിംഗ് ഇഷ്ടമല്ല ഇങ്ങനെ. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നായിരിക്കും എപ്പോഴും ഫ്ലൈറ്റിലിരിക്കുമ്പോൾ. അപ്പോൾ നമ്മളിതാ അബുദാബിയോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ നാട്ടിലെത്തിയപ്പോൾ തന്നെ ഇപ്പം എൻ്റെ വോയിസ് ഞാൻ എടുക്കുമ്പോൾ തന്നെ അത് കിളിയുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ വന്നപ്പോൾ മൊത്തം ചീവീടിൻ്റെയും കിളിയുടെയും പിന്നെ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ചൂടിൽ നിന്ന് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും ഈ പാടത്തും പറമ്പിലും അതുപോലെ ഈ വീടിൻ്റെ ചുറ്റൊക്കെ ഇങ്ങനെ കിടന്ന് നടക്കാനാണ് താല്പര്യം. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനത് വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഇപ്പോൾ പാമ്പുകളുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് വൃത്തിയാക്കിയപ്പോൾ കുറേ കളഞ്ഞു. അപ്പോൾ എനിക്ക് അതൊക്കെ ഉണ്ടോ എന്ന് നോക്കാനാണ് ഞാൻ ആദ്യം തന്നെ വന്നപ്പോൾ നോക്കിയത് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്, പിന്നെ കുറേയൊക്കെ വലിച്ച് പറിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതായത് ചക്കയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ എനിക്കിത് കറി വെച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് അധികം അവിടെ കിടന്ന് നടക്കണ്ട, ഇപ്പോൾ പാമ്പിനെയൊക്കെ കണ്ടായിരുന്നു, ഒരു മൂർഖൻ്റെ കുഞ്ഞിനെയൊക്കെ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു, ഈ പൂച്ചയാണ് അതിനെ പിടിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ അധികം അവിടെ നിന്ന് കറങ്ങാന്നില്ല. പാമ്പെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ പണ്ടേ പേടിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ വേഗം അകത്തോട്ട് കയറി കേട്ടോ. മൊത്തം പച്ച ഇങ്ങനെ വിതച്ച് നിൽക്കണം. ആ കാണുന്നതൊക്കെ മറ്റേ കപ്പയാണ് കേട്ടോ, കപ്പ മരച്ചിന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇനി വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരയ്ക്കും ബൈ.